അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ അറബിയുടെ രണ്ടാമത്തെ യൂണിറ്റായ ബൈത്തുസിയാബ് എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പേജ് നമ്പർ 35 നോക്കാം. നുലാഹിലു ആമാർ ഷഖ്സിയാത്ത് ഫമൽ ഫുറൂഖു ബഅദ വലഇ കലിമത്തി ആമിൻ ബദല സനത്ത്. നുലാഹിദ് ആമാർ ഷഖ്സിയാത്തിൻ, നമുക്ക് ഈ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ ഉമ്ർ, ആമാർ പറഞ്ഞാൽ ഏജ്, വയസ്സ് എന്ത് ചെയ്യാം നിരീക്ഷിക്കാം. ഷഖ്സിയാത്ത് എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ്. ഫമൽ ഫുറൂഖുൻ, മൽ ഫുറൂഖു, അപ്പോൾ മൽ ഫുറൂഖു എന്താണ് വ്യത്യാസം, ഡിഫറൻറ്റ് എന്താണ്, ബഅദ ശേഷം, വലഇൻ കലിമത്തി ആമൻ ആമ് എന്ന പദം വെച്ചതിന് ശേഷം എന്തൊക്കെ വ്യത്യാസമുണ്ടായി, ബദല സനത്തൻ എന്നതിന് പകരമായിക്കൊണ്ട്. നമുക്ക് ഈ കഥാപാത്രങ്ങളുടെ ഏജുകൾ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ആമിർ, തോമസ്, ജോർജ്, നാസിർ, രാജു ഇവരുടെയൊക്കെ വയസ്സ് പറഞ്ഞ സമയത്ത് ആദ്യം പറഞ്ഞത് സനത്തൻ എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ സനത്തൻ എന്നതിന് പകരമായിക്കൊണ്ട് ആമൻ എന്ന് വെച്ചപ്പോൾ, സനത്തൻ എന്നുള്ളത് മുഅന്നസായിട്ടുള്ള ഒരു പദമാണ്, മുഅന്നസിന് കൂടെയാണ് അത് പറയേണ്ടത്. ആ സനത്തൻ എന്നുള്ളത് മുഅന്നസാണ്, ആമൻ അർത്ഥം വർഷം എന്നുള്ളതാണ്. ആമൻ എന്ന് പറഞ്ഞാൽ വർഷം എന്നുള്ളതാണ്, അത് പുല്ലിംഗമാണ്. ആമൻ എന്നുള്ളത് മുദക്കറാണ്. അപ്പോൾ സനത്തൻ എന്നുള്ളതിന് പകരമായിക്കൊണ്ട് ആമൻ എന്ന് ഉപയോഗിച്ചപ്പോൾ എന്തൊക്കെ മാറ്റമുണ്ടായി എന്നാണ് ചോദിച്ചത്. നമുക്ക് ഈ ഷഖ്സിയത്തിൻ്റെ കഥാപാത്രങ്ങളുടെ ആദ്യ ഭാഗത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ആമൻ, ആമിർ, തോമസ്, ജോർജ് ഇവരുടെയൊക്കെ വർഷത്തിൻ്റെ ഏജ് പറഞ്ഞപ്പോൾ സനത്തൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആമൻ എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റമുണ്ടായതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആമിർ ദാരിസിൻ വിദ്യാർത്ഥിയാണ്, ഫിൽ മദ്രസത്തി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഉമ്രുഹു അവൻ്റെ ഏജ്, വയസ്സ്, 15 ആമൻ എന്നാണ്. അത് നമ്മൾ നേരത്തെ അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് കൊടുത്തത് ആമിർ ഉമ്രുഹു 15 സനത്തൻ എന്നായിരുന്നു. ഉമ്രുഹു അവൻ്റെ വയസ്സ് 15 സനത്തൻ എന്നായിരുന്നു. അപ്പോൾ അതിന് പകരമായിക്കൊണ്ട് സനത്തൻ എന്നതിന് പകരമായിക്കൊണ്ട് ആമൻ എന്ന് വെച്ചപ്പോൾ ഉമ്രുഹു അവൻ്റെ വയസ്സ് എത്രയാണ്, 15 ആമൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആമൻ എന്നുള്ള മാദൂദിനെ എണ്ണിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള അഷറ എന്നുള്ള പദം, അഷർ എന്നുള്ള പദം മുദക്കറായി, അതിന് മുമ്പുള്ള പദം മുഅന്നസായിട്ട് വന്നു. 15 എന്ന് മുഅന്നസായിട്ട് വന്നു. നേരെ മറിച്ച് സനത്തൻ എന്നാണെങ്കിലോ 15 സനത്തൻ എന്നാകും. സനത്തൻ എന്നുള്ളത് മുഅന്നസാണ്, അതുകൊണ്ട് അതിന് തൊട്ടു മുമ്പുള്ള അഷറ എന്നുള്ളത് അഷറത്ത എന്നായി വന്നു. അതിന് തൊട്ടു മുമ്പുള്ളത് 15 എന്നായിട്ട് വന്നു. അപ്പോൾ അതാണ് ആ നിയമം. ഇതിനെക്കുറിച്ചുള്ള നിയമത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അതത് മാദൂദ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് അതിൽ നോട്ടൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തത് തോമസ്, ഷാബുൻ നസാബാണ്. പിന്നെ ഉമ്രുഹു അവൻ്റെ വയസ്സ് 20 ആമൻ എന്നുള്ളതാണ്. ഈ 20 എന്നുള്ളത് ആമൻ എന്നാണെങ്കിലും സനത്തൻ എന്നാണെങ്കിലും അതിന് പ്രത്യേകിച്ച് മാറ്റം വരികയില്ല. അത് ആമൻ എന്നുള്ളത് മുദക്കറാണെങ്കിലും മുഅന്നസാണെങ്കിലും 20 എന്നേ പറയുള്ളൂ. അത് മുഅന്നസും മുദക്കറുമാക്കുകയില്ല. അതുകൊണ്ട് അത് 20 സനത്തൻ എന്നാണെങ്കിൽ സനത്തൻ എന്നും, അല്ലെങ്കിൽ 20 ആമൻ എന്നാണെങ്കിൽ അങ്ങനെയും തന്നെയാണ് പറയേണ്ടത്. ഇനി ജോർജ് ഉമ്രുഹു 18 ആമൻ എന്നാണ്. ജോർജിൻ്റെ വയസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്, സനത്തൻ വെച്ചുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പേജ് നമ്പർ 27 പറഞ്ഞത്. അതിൽ പറഞ്ഞത് 18 സനത്തൻ എന്നാണ്. ജോർജിൻ്റെ വയസ്സ് 18 സനത്തൻ എന്നുള്ളത് മുഅന്നസായതുകൊണ്ട് അഷറത്തൻ എന്ന് മുഅന്നസാക്കി. അതിന് മുമ്പുള്ളത് 8 എന്നുള്ള പറഞ്ഞത്. ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാകും 8 എന്ന് മുഅന്നസാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആമൻ എന്നുള്ളത് മാദൂദ് മുദക്കറാണ്, അതുകൊണ്ട് അഷറ എന്നുള്ളത് മുദക്കറായി. അതിന് തൊട്ട് മുമ്പുള്ളത് 8 എന്നുള്ള 8 മുഅന്നസായിട്ട് പറഞ്ഞു. ഇനി നാസിർ എന്നവിടെ നോക്കുക. ഉമ്രുഹു 17 ആമൻ എന്നാണ്. അതിന് ആദ്യ ഭാഗത്ത് പറഞ്ഞത്
നാസിറിൻ്റെ വയസ്സ് പറഞ്ഞത് എങ്ങനെയാണ്? സനത്തിന് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സബ് ആ അഷറത്ത സനത്തൻ എന്നാണ് പറയുക. അതായത് സനത്തൻ എന്നുള്ളത് മുന്നസാണ്, അതുകൊണ്ട് അഷറ എന്നുള്ളത് അഷറത്ത് മുന്നസാക്കി. അതിന് തൊട്ട് മുമ്പുള്ളത് സബ് ആ എന്നും മുതക്കറാക്കിയിട്ടും പറഞ്ഞു. ഇനി രാജുവിൻ്റെ വയസ്സ് ഉമ്രഹു തിസ്അത്ത അഷറാമൻ എന്നാണ്. ഇവിടെ ആദ്യം സനത്തൻ എന്നായിരുന്നു രാജുവിൻ്റെ വയസ്സ്, അവിടെ കൊടുത്തിരുന്നത് ആദ്യം സനത്തൻ എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഉമ്രഹു അവൻ്റെ വയസ്സ് തിസ്അ അഷറത്ത സനത്തൻ എന്നാണ്. അപ്പോൾ ആമൻ എന്നുള്ളത് മുതക്കറായതുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള അഷറ എന്തെയും മുതക്കറായി, അതിന് തൊട്ട് മുമ്പുള്ള തിസ്അത്ത എന്നുള്ളത് മുന്നസായിട്ടും വന്നു. അങ്ങനെയാണ് അവിടെ പറയേണ്ടത്. ഇനി അതിന് തൊട്ട് താഴെയുള്ള നോക്കാം. നുഖദ്ദിമു അഗ്മാർ അസ്തിഖായിന ബി വലഇ കലിമത്തി സനത്തൻ മറത്തൻ വ കലിമത്തി ആമൻ മറത്തൻ ഉഖ്റ കമാ ഫിൽ മിസാൽ. അതായത് നമ്മുടെ സുഹൃത്തുക്കളുടെ വയസ്സുകൾ നമുക്ക് ഇതുപോലെ സനത്തൻ വെച്ചുകൊണ്ടും ആമൻ വെച്ചുകൊണ്ടും മാറ്റി എന്ത് ചെയ്യാൻ പറയാം. അതായത് ഇവിടെ ഖാലിദൻ സ്വദീഖിൻ്റെ സുഹൃത്ത് ഖാലിദാണ്. ഉമ്രുഹു അവൻ്റെ വയസ്സ് 11 സനത്തൻ 11 വയസ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സനത്തൻ എന്നതിന് പകരം ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത്, ഒരു പ്രാവശ്യം സനത്തൻ എന്നും പറയുക, പിന്നെ അടുത്ത പ്രാവശ്യം ഈ സനത്തൻ എന്ന് മാറ്റിക്കൊണ്ട് ആമൻ എന്നാക്കുക, അങ്ങനെയും പറയാം. അപ്പോൾ നമ്മൾ പഠിച്ചു 11, 12, അതുപോലെ 1, 2 മാദൂദ് മുതക്കറാണെങ്കിൽ അതതു മുതക്കറായിരിക്കും, മാദൂദ് മുഅന്നസ് ആണെങ്കിൽ അതതു മുഅന്നസ് ആയിരിക്കും എന്ന് 11, 12 നിയമം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ സനത്തൻ എന്നുള്ളത് മുഅന്നസാണ്, അതുകൊണ്ട് അഷറത്ത എന്ന് മുഅന്നസായിട്ട് പറഞ്ഞു. അതുപോലെ ഇഹ്ദ എന്ന് മുഅന്നസായിട്ട് ഒരു യാ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇനി അവിടെ ഇഹ്ദത്ത് എന്ന് പറയൂല, ഒരു യാ കൊടുത്തുകൊണ്ടാണ് അതിന് മുഅന്നസാക്കുക. ഇഹ്ദ അഷറത്ത സനത്തൻ എന്നായിട്ട്. ഇനി മുബാറക്ക് ജമീലിൻ്റെ സുഹൃത്താണ് ഉമ്രു, അവൻ്റെ വയസ്സ് എത്രയാണ്? അഹദ അഷറ ആമൻ. ഈ 10, 11 തന്നെയാണ്, പക്ഷേ ഇവിടെ സനത്തൻ എന്നതിന് പകരമായിക്കൊണ്ട് ആമൻ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആമൻ എന്ന് അത് മുതക്കറാണ്. അപ്പോൾ അത് മുതക്കറായപ്പോൾ 11, 12 എല്ലാം എന്താവും? മുതക്കറായിട്ട് മാറും. അപ്പോൾ അഷറയും മുതക്കറായി, അഹദയും മുതക്കറായി. ഇനി അടുത്ത് നോക്കാം. ഉമ്രി എൻ്റെ വയസ്സ് സലാസ അഷറത്ത സനത്തൻ എന്നാണ്, 13 വയസ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ സനത്തൻ എന്നുള്ളത് മുഅന്നസായിട്ടാണ് ഇവിടെ പറഞ്ഞത്, അതുകൊണ്ട് അഷറത്ത എന്ന് മുഅന്നസായി, അതിനു മുമ്പുള്ളത് സലാസ എന്നുള്ളത് മുതക്കറായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സനത്തൻ എന്നുള്ളത് എന്ത് ചെയ്യുക? ഇത് മാറ്റി കൊടുക്കുക. സനത്തൻ എന്നുള്ള അവിടെ എന്ത് ചെയ്യുക? ആമൻ എന്നാക്കി വെക്കുക. സലാസ അഷറത്ത് സനത്തൻ എന്നാണ്, അത് നിങ്ങൾ എന്താക്കുക? അവിടെ ആമൻ എന്ന് നോക്കുക. അപ്പോൾ എങ്ങനെ പറയാം? ഉമ്രി എൻ്റെ വയസ്സ് സലാസത്ത അഷറ ആമൻ എന്നാണ് പറയുക. ആമൻ എന്നുള്ളത് മുതക്കറാണ്, അതുകൊണ്ട് ആമൻ മുതക്കറാകണം. അതിന് തൊട്ട് മുമ്പുള്ളത് എന്താവും? അഷറായും മുതക്കറാവും. എന്നാൽ അതിനു മുമ്പുള്ളത് സലാസത്ത എന്ന് മുഅന്നസായിട്ട് പറയും. ഇനി അടുത്തത് ഉമ്രു അഹി എൻ്റെ സഹോദരൻ്റെ വയസ്സ് 14 ആമൻ എന്നാണ്. ഇവിടെ ആമൻ എന്ന് മുതക്കറായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ ഇനി ആമൻ എന്നതിന് പകരമായിക്കൊണ്ട് അവിടെ സനത്തൻ എന്ന് വെക്കുക. അപ്പോൾ എങ്ങനെ പറയാം? സനത്തൻ എന്നുള്ളത് മുഅന്നസായിട്ട് വെക്കുമ്പോൾ സനത്തൻ എന്ന് മുഅന്നസാവും. അതിന് തൊട്ട് മുമ്പുള്ളത് അഷറ എന്നുള്ളത് അഷറത്ത എന്ന് മുഅന്നസായിട്ട് പറയും. അതിന് മുമ്പുള്ളത് അർബ. അപ്പോൾ ഉമ്രു അഹി എൻ്റെ സഹോദരൻ്റെ വയസ്സ് 14 സനത്തൻ എന്നാണ് പറയുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വയസ്സുകൾ ഇതുപോലെ ഉദാഹരണമായിട്ട് ഒരു 3 ഉദാഹരണം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വയസ്സുകൾ ഇതുപോലെ എഴുതി വെക്കുക. ഒരു പ്രാവശ്യം സനത്തൻ എന്ന് ഉപയോഗിച്ചുകൊണ്ട് എഴുതുക, അതുപോലെ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക? ആമൻ എന്ന് ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ മാറ്റി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്തുക്കൾ അങ്ങനെ എഴുതുക. അപ്പോൾ ഇതാണ് ഇതിനുള്ള വർക്ക്. ഇതോടുകൂടി 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ യൂണിറ്റിലുള്ള പുതിയൊരു കവിതയാണ് കുൻ ജമീലൻ യാ ഫത്ത എന്നുള്ള ഒരു കവിതയാണ്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ശരി, അസ്സലാമു അലൈക്കും.